സ്ഫെറിക്കൽ മിറേഴ്സിൽ നടക്കുന്ന റിഫ്ലക്ഷനിൽ ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. കോൺകേവ് മിററിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റൈസ് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. കോൺകേവ് മിററിൽ ലൈറ്റിന്റെ കൺവെർജിംഗ് ആണ് നടക്കുന്നത്. എന്നാൽ കോൺവെക്സ് മിററിൽ ലൈറ്റിന്റെ ഡൈവർജിംഗ് ആണ് നടക്കുന്നത്. കോൺകേവ് മിററിൽ നടക്കുന്ന ലൈറ്റിന്റെ കൺവെർജിംഗ് ഈ രീതിയിലാകുന്നു. കോൺവെക്സ് മിററിൽ നടക്കുന്ന ലൈറ്റിന്റെ ഡൈവർജിംഗ് ഈ ഒരു രീതിയിലാകുന്നു. കോൺകേവ് മിററിൽ റിയൽ ഫോക്കസ് ഉണ്ടായിരിക്കും. എന്നാൽ കോൺവെക്സ് മിററിൽ വിർച്വൽ ഫോക്കസ് ആയിരിക്കും ഉണ്ടാവുക. കൺവെർജിങ്ങിനെ മലയാളത്തിൽ സംവ്രജനം എന്നും ഡൈവേർജിങ്ങിനെ മലയാളത്തിൽ വിഭജനം എന്നും പറയുന്നു. കോൺകേവ് മിററിൽ മിററിന്റെ മുമ്പിലായിട്ടാണ് ഫോക്കസ് ഉണ്ടാകുന്നത്. കോൺകേവ് മിററിന്റെ ഫോക്കസ് റിയൽ ഫോക്കസ് ആകുന്നു. എന്നാൽ കോൺവെക്സ് മിററിൽ മിററിന്റെ പിൻഭാഗത്തായിട്ടാണ് ഫോക്കസ് ഉണ്ടാകുന്നത്. അതിനെ വിർച്വൽ ഫോക്കസ് എന്നാണ് പറയുന്നത്. കോൺവെക്സ് മിററിന്റെ മുന്നിലുള്ള റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഏത് ഭാഗത്തായിട്ട് ഒബ്ജക്റ്റ് ഇരുന്നാലും അവിടെ നിന്നും ഫോംഡ് ആകുന്ന ഇമേജസ് എല്ലാം തന്നെ വിർച്വൽ ഇമേജസ് ആയിരിക്കും. കോൺവെക്സ് മിററിൽ ഫോംഡ് ആകുന്ന ഇമേജസ് വിർച്വൽ ആയിരിക്കും. അത് ചെറുതായിരിക്കും, അതുപോലെ ഇറക്റ്റ് ആയിരിക്കും. എന്നാൽ കോൺകേവ് മിററിൽ ഫോക്കസിനും പോളിനും ഇൻ ബിറ്റ്വീനായിട്ട് ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ മാത്രമാണ് വിർച്വൽ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. അത് ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, ബിഗ് സൈസ് ആയിരിക്കും. കോൺകേവ് മിററിന്റെ ബാക്കി എല്ലാ കേസുകളിലും ഉണ്ടാകുന്ന ഇമേജസും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. പ്ലെയിൻ മിററിന്റെ ഫോക്കൽ ലെങ്ത് ഇൻഫൈനൈറ്റ് ആകുന്നു. ഫോക്കസിലൂടെ കടന്നു പോകുന്ന പ്ലെയിനെ ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നു. സ്പെറിക്കൽ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കസും തമ്മിലുള്ള റിലേഷൻ ആകുന്നു R = 2f, ദാറ്റ് ഈസ് F = R/2. കോൺവെക്സ് മിററിലും പ്ലെയിൻ മിററിലും ഫോംഡ് ആകുന്ന ഇമേജ് വിർച്വൽ ഇമേജ് ആകുന്നു. കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടേബിൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആകുമ്പോൾ ഇമേജ് ഫോക്കസിലായിരിക്കും. ഒബ്ജക്റ്റ് ഫോക്കസിലാകുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഒബ്ജക്റ്റ് സിക്ക് അപ്പുറമാകുമ്പോൾ ഇമേജ് C ആൻഡ് Fലായിരിക്കും. ഒബ്ജക്റ്റ് C ആൻഡ് Fലാകുമ്പോൾ ഇമേജ് ബിയോണ്ട് C ആയിരിക്കും, ദാറ്റ് ഈസ് സിക്ക് അപ്പുറമായിരിക്കും. അതുപോലെ ഒബ്ജക്റ്റ് അറ്റ് സിയിലാകുമ്പോൾ ഇമേജ് അറ്റ് C ആയിരിക്കും. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് P ആകുമ്പോൾ ബിഹൈൻഡ് ദ മിററിലാണ് ഇമേജ് ഫോംഡ് ആകുന്നത്. കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷനുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കേസ് മാത്രം പഠിച്ചാൽ മതി. ഒബ്ജക്റ്റ് കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഇമേജ് ഫോംഡ് ആകുന്നത് ബിറ്റ്വീൻ F ആൻഡ് Pയിലായിരിക്കും. അവിടുത്തെ ഇമേജിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് റിച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അതുപോലെ സ്മോൾ ആയിരിക്കും, ചെറിയ സൈസിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് വളരെ അകലെയാണെങ്കിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ സൈസ് ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് സിക്ക് അപ്പുറമാകുമ്പോഴും ഉണ്ടാകുന്ന ഇമേജിന്റെ സൈസ് ചെറുതായിരിക്കും. ഒബ്ജക്റ്റ് സിയിലാകുമ്പോൾ സെയിം സൈസിലുള്ള ഇമേജാണ് ഉണ്ടാകുന്നത്. ഒബ്ജക്റ്റ് സിക്കും എഫിനും ഇടയിലാകുമ്പോൾ വലിയ ഇമേജ് ഉണ്ടാകുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റ് ഫോക്കസിലാകുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോംഡ് ആകുന്നത്. ഒബ്ജക്റ്റ് എഫിനും പിക്കും ഇടയിലാണ് ഇരിക്കുന്നത് എങ്കിൽ വലിയ ഇമേജാണ് ഉണ്ടാകുന്നത്, പക്ഷേ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും.